ഈ റോബോട്ടുകൾ നൃത്തം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഭരതനാട്യം ചെയ്യുന്നതോ? ഇനി അതും കാണാൻ പറ്റും. കാരണം ഭരതനാട്യം റോബോട്ടുകളുടെ ചലനം മെച്ചപ്പെടുത്തുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഡാൻസ് പഠിച്ച റോബോട്ടുകൾ നർത്തകിമാരെ പോലെ ആ ഒരു ശാരദയോടെയും ചലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അഞ്ജലി വി പത്മ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. അപ്പോൾ പലതരത്തിൽ ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്, അങ്ങനെയും നമ്മുടെ ഇമോഷൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, അങ്ങനെ എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഭരതനാട്യവുമായി ചേർത്ത് മുന്നിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? ഇപ്പോൾ ഡാൻസാണ്, നമുക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ശരീര കണ്ണയാക്കി വെച്ച് നോക്കിയാലും ഡാൻസ് കളിക്കുന്നത് നമുക്ക് തന്നെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കല എന്നതിനപ്പുറത്തേക്ക് നല്ല കാര്യമാണ്. നമ്മൾ മനുഷ്യർക്ക് ഓരോർക്കും അറിയാവുന്നതാണ്. അത് തന്നെ ഈ റോബോട്ടുകൾക്കും ഉണ്ടാകും എന്നാണോ പഠനങ്ങളൊക്കെ വരുന്നത്? തീർച്ചയായും പൂജ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഭരതനാട്യം എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റ് നൃത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാവങ്ങൾ, മുദ്രകൾ, അതുപോലെ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നൃത്തമാണ് ഭരതനാട്യം. അതിൽ മെയ്വഴക്കം, ഭാവങ്ങളൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് റോബോട്ടുകളെ ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഭരതനാട്യം പഠിക്കുമ്പോൾ ചലനങ്ങളും അതുപോലെ തന്നെ ഒരു കാര്യക്ഷമതയൊക്കെ വർദ്ധിക്കുമെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. ഗവേഷകർ ഇതിൽ പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് ആൻഡ് ബാൾട്ടിമോർ കൗണ്ടി എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ ഭരതനാട്യം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള ഭരതനാട്യം ഗവേഷകരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭരതനാട്യം പഠിക്കുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ കണ്ണെത്തുന്നത്, കൈയെത്തണം, അങ്ങനെയൊക്കെ കൃത്യമായി ചലനങ്ങളെല്ലാം റോബോട്ടുകളുടെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അത് കൂടുതൽ കാര്യക്ഷമതയാക്കാനും ഒക്കെ ഭരതനാട്യം വളരെയധികം സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളറിയാം, ഇപ്പോൾ എല്ലാ മേഖലയിലും കുക്കിംഗ് ആണെങ്കിലും ജോലിയിൽ സഹായിക്കാനും ആണെങ്കിൽ എല്ലാ മേഖലയിലും റോബോട്ടുകളുടെ ഒരു ആധിപത്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താനും റോബോട്ടുകൾ ഇപ്പോൾ നമുക്ക് അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് റോബോട്ടുകളുടെ പ്രവർത്തനം. അപ്പോൾ എന്നിരുന്നാലും പല ഘട്ടങ്ങളിലും ഇതിന് പല വീഴ്ചകളും ഉണ്ടാവാറുണ്ട്. അതെല്ലാം തന്നെ മാറ്റാനും അതിൻ്റെ ചലനങ്ങളെല്ലാം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായും ഭരതനാട്യം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, വളരെയധികം വർഷങ്ങളെടുത്താണ് ഓരോ നർത്തകിമാരും ഭരതനാട്യം പഠിക്കുന്നതും അരങ്ങേറ്റം നടത്തുന്നതുമെല്ലാം. ഞാനൊരു 7 വർഷം പഠിച്ചിട്ടുണ്ട്. അത് വളരെയധികം കഷ്ടപ്പെട്ടു. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ പല കുട്ടികളെയെല്ലാം ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ചലനം മെച്ചപ്പെടുത്താനും അവരുടെ മെയ്വഴക്കം ഉണ്ടാവാനും നമുക്കൊക്കെ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നൃത്തം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരതനാട്യം തന്നെയാണ്. അപ്പോൾ ഈ ഭരതനാട്യം പഠിക്കുമ്പോൾ റോബോട്ടുകൾക്ക് കൂടുതൽ ചലനം മെച്ചപ്പെടുത്തും, അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. പൂജ, ശരി. അഞ്ജലിയാണ് നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു നൃത്തം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരു കല എന്നതിന് അപ്പുറത്തേക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതെല്ലാം തന്നെ റോബോട്ടുകളിലും അധിഷ്ഠിതമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവയുടെ പ്രവർത്തനം കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനാകും എന്നുള്ളൊരു കാര്യം അതിപ്പോൾ ഗവേഷകർ മനസ്സിലാക്കുന്നു. ആ തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അഞ്ജലിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ.